ശൈലരചന നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ യഹൂദരുടെ ആത്മീയ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് ചേർന്ന പ്രവൃത്തികളല്ല ചെയ്യുന്നത്. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കല്ലെറിയുകയില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളോട് പറയുന്ന എന്നെ നിങ്ങൾ കല്ലെറിയാനായിട്ട് ഒരുങ്ങുകയില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ അവഗണിക്കുകയാണ്. നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളല്ല, നിങ്ങൾ നിങ്ങളുടെ പിശാചിന്റെ, അതായത് നിങ്ങളുടെ പിതാവായ പിശാചിന്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ യഹൂദര് ഈശോക്കെതിരെ തർക്കിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ ജാരസന്തതികളൊന്നുമല്ല, ഞങ്ങൾക്ക് ആകെ ഒരു പിതാവുള്ളൂ, അബ്രഹാമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. നിങ്ങൾ പിശാചിന്റെ മക്കളാണെന്ന് കാരണം പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈശോയുടെ സിമ്പിൾ ലോജിക്ക്. ഇന്നത്തെ ലേഖനഭാഗത്തില് യോഹന്നാൻസിലെ നമ്മളോട് പറയുകയാണ്, വലിയൊരു സുവിശേഷം പറയുകയാണ്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും, അല്ലെ? ആത്മീയ പിതൃത്വത്തെ കുറിച്ചാണ് ഇന്നത്തെ രണ്ട് വായനകൾ. ഈ സുവിശേഷത്തിലെ ഈശോ യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ പിശാചിന്റെ പ്രവർത്തനം ചെയ്യുന്നത്, നിങ്ങൾ പിശാചിന്റെ മക്കളാണ്. ലേഖനഭാഗത്തിലെ യോഹന്നാൻസിലെ നമ്മളോട് പറയുകയാണ്, എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്, നമ്മൾ ദൈവമക്കളാണ് എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ പിതൃത്വത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യും, സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യും. പിശാചിന്റെ മക്കളാണെങ്കിൽ നമ്മൾ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ദൈവികമായ കാര്യങ്ങൾ, സ്നേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇത് നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.